ഒരു വ്യക്തിക്ക് ജീവൻ നഷ്ടപ്പെട്ട് അതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം, അതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം കിട്ടാൻ ഏതാണ്ട് 8-9 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയുടെ യഥാർത്ഥ ചിത്രം എന്നുള്ളത് കേരളത്തിലെ ഓരോ വ്യക്തിയെയും ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഉൾപ്പെടെ ഞങ്ങൾ DME ഡോക്ടർ വിശ്വനാഥൻ അദ്ദേഹവുമായിട്ടും മെഡിക്കൽ കോളേജിലെ ബന്ധപ്പെട്ട അധികാരികളുമായിട്ടും സംസാരിച്ചു. 3 കാര്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ഒന്ന്, ഈ മരണത്തെ സംബന്ധിച്ച് RDOവിൻ്റെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടക്കണം. ഈ മരണത്തിൻ്റെ കാരണമെന്താണ് എന്നുള്ളത് ശാസ്ത്രീയമായി പരിശോധിക്കപ്പെടണം. അണുബാധ ഏറ്റിരുന്നു, അണുബാധ ഉണ്ടായതിന് ശേഷമുള്ള ചികിത്സ, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള സംശയങ്ങളും പരാതികളുമുണ്ട്. രണ്ടാമത്തെ കാര്യം, സുപ്രീം കോടതി അതേപോലെ കേരള ഹൈക്കോടതി ഒക്കെ ചികിത്സാ പിഴവുകളെ സംബന്ധിച്ചിട്ടുള്ള ഉത്തരവുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളിൽ 2025 കേരള ഹൈക്കോടതിയുടെ ഡയറക്ഷൻ ഉൾപ്പെടെയുണ്ട്. കേരള ഗവൺമെൻറ് തന്നെ പുറത്തിറക്കിയിട്ടുള്ള ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവുകളുണ്ട്. ആ ഉത്തരവുകൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തണമെന്ന് കേരള ഹൈക്കോടതി അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ ആ അന്വേഷണം ജില്ലാതലത്തിലുള്ള അന്വേഷണമാണ് ആദ്യം നടക്കേണ്ടത്. അതിനുശേഷം ആ കാര്യത്തിൽ എന്തെങ്കിലും പരാതികളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള അപ്പലേറ്റ് കമ്മിറ്റിയുണ്ട്. ആ അന്വേഷണം നടക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാമെന്ന് അധികാരികൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇത്രയും നിർധനമായിട്ടുള്ള ഒരു കുടുംബം, അന്നന്നത്തെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് അതത് ദിവസത്തെ അധ്വാനത്തിലൂടെ വഴി കണ്ടെത്തുന്ന ഒരു കുടുംബം, സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരു കുടുംബം, അങ്ങനെയുള്ളൊരു കുടുംബത്തിന് 1 ലക്ഷത്തിലധികം രൂപ ചികിത്സയുടെ പേരിൽ ചെലവാക്കേണ്ടി വരുന്ന സാഹചര്യം, ആ സാഹചര്യം എങ്ങനെയുണ്ടായി എന്നുള്ളത് പരിശോധിക്കാമെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ 3 ഉറപ്പുകളാണ് ഞങ്ങളിന്ന് ചർച്ച ചെയ്ത് ആ ചർച്ചയിലൂടെ ഇപ്പോൾ തീരുമാനമായിട്ട് വന്നിട്ടുള്ളത്. ഒരു കാര്യം കൂടി നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ആവശ്യം എന്നുള്ള നിലയിൽ സർക്കാരിൻ്റെ മുന്നിൽ ആവശ്യപ്പെടാനുള്ളത്, ഇത്രയും നിർധനരായിട്ടുള്ളൊരു കുടുംബം, ആ കുടുംബത്തിൻ്റെ 2 കുട്ടികൾ, ഒന്ന് കഷ്ടിച്ച് 15 ദിവസം പ്രായമുള്ള കുട്ടി, മറ്റൊന്ന് 2.5 വയസ്സുള്ള കുട്ടി. ഈ 2 കുട്ടികൾ അനാഥരാകുന്ന ഒരു സാഹചര്യം, അമ്മയില്ലാത്തവരാകുന്ന സാഹചര്യം, ആ സാഹചര്യം ഇല്ലാതിരിക്കാൻ കുടുംബനാഥനായിട്ടുള്ള ശ്രീ മനുവിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കണം. ആവശ്യമാണെങ്കിൽ സർക്കാർ ജോലി നൽകണം. ഈ കുടുംബത്തിന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള, കാരണം സർക്കാരിൻ്റെ സംവിധാനങ്ങളുടെ പിഴവിൻ്റെ ഫലമായിട്ടാണ് ഈ കുടുംബത്തിലെ 2 കുട്ടികൾക്ക് അമ്മയില്ലാതാകുന്നത്. ആ കുട്ടികളുടെ വിദ്യാഭ്യാസവും തുടർന്നുള്ള ജീവിതവും, ആ ജീവിതത്തിന് തടസ്സമുണ്ടാകരുത് എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടി എന്നുള്ള നിലയിലാണ് ഈ ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുന്നത്. അതോടൊപ്പം ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള സഹായം, ആ സഹായം നൽകണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങളിവിടെ നടത്തിയിട്ടുള്ള, ഞങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നേരം ഇവിടെ കാത്തിരുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് നമ്മുടെ കേരളത്തിലെ തലസ്ഥാന നഗരിയിലെ ഏറ്റവും മികച്ചത് എന്ന് കരുതപ്പെടുന്ന ഒരു പൊതുജനാരോഗ്യ ആശുപത്രിയിൽ ഒരു വ്യക്തിക്ക് ജീവൻ നഷ്ടപ്പെട്ട് അതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം, അതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം കിട്ടാൻ ഏതാണ്ട് 8-9 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയുടെ യഥാർത്ഥ ചിത്രം എന്നുള്ളത് കേരളത്തിലെ ഓരോ വ്യക്തിയെയും ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും
ദയാഹീനരായിട്ടുള്ള ഒരു സംവിധാനം. ആ സംവിധാനത്തിന്റെ മുന്നിൽ സ്ത്രീകളാരെങ്കിലും പ്രസവമുറയ്ക്ക് സമയം വരേണ്ടതാണ്. ആതിരാവിഷ്ണു സ്ത്രീകളാരെങ്കിലും പ്രസവമുറയ്ക്ക് സമയം വരേണ്ടതാണ്. ആ സംവിധാനത്തിന്റെ മുന്നിൽ കാരുണ്യത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ്. പൊതുപ്രവർത്തകർക്കടക്കം രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കടക്കം പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരേണ്ടി വരുന്നു. എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഒരു സാധാരണ പൗരൻ, ഒറ്റപ്പെട്ട പൗരൻ, അവൻ നിസ്സഹായനാണ് എന്നുള്ളതാണ് ഇത് വെളിച്ച് പുറത്തു കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് ഉറപ്പുവരുത്താൻ ഭാരതീയ ജനതാ പാർട്ടി ജാഗരൂകരായിരിക്കും. അടുത്ത 10-15 ദിവസങ്ങൾക്ക് ശേഷം ഈ കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇതേ വാതിലിൽ മുട്ടാനായിട്ട് വീണ്ടും എത്തും എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ സമരം നടത്തിയിട്ടില്ല, ഞങ്ങളിവിടെ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കാത്തിരിപ്പിന് താൽക്കാലിക വിരാമമുണ്ടായിരിക്കുന്നു. സന്തോഷപൂർവ്വം ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കുടുംബാംഗങ്ങൾ, നാട്ടുകാർ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടായിരിക്കുന്നു എന്നുള്ളത്. ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ കാത്തിരിപ്പ് ഇന്നിവിടെ അവസാനിക്കുന്നു. 10-15 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും വരും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു.